This call is now being recorded. Okay, good morning. Okay, good morning. Okay, the last session we have gone through various types of suspensions, right? First one was the short swing arm suspension, then long swing arm suspension. Next, transverse double wishbone, and both in that two cases were there, inward and outward converging. In all these cases, we found a particular center termed as roll center, right? എന്തായിരുന്നു റോൾ സെന്റർ? വൈഷ്ണവ് പി കെ വല്ലതും വന്നിട്ടുണ്ടാ? ഉണ്ടല്ലോ, വൈഷ്ണവ് പി കെ. വൈഷ്ണവ് പി കെ വെറുതെ ഓൺലൈനായിട്ട് പോയിട്ടല്ലേ? സാർ എന്തായിരുന്നു റോൾ സെന്റർ? മൈക്കോ? പോട്ടെ. ജിജോരാജ് എന്തായിരുന്നു റോൾ സെന്റർ? നമ്മളിപ്പോ കുറെ ടൈപ്പ് സസ്പെൻഷനെ പറ്റി പഠിച്ചായിരുന്നു അല്ലേ? ഷോർട്ട് സ്വിംഗ് ആം സസ്പെൻഷൻ, ദെൻ ലോങ് സ്വിംഗ് ആം സസ്പെൻഷൻ, എക്സെട്ര എക്സെട്ര. അപ്പൊ അതിനകത്ത് നമ്മൾ റോൾ സെന്റേഴ്സ് എന്താണെന്ന്, റോൾ ഹൈറ്റ്, റോൾ ആക്സിസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലെ? അപ്പൊ അതിനകത്ത് എന്താണ് റോൾ സെന്റർ? ജിജോ രാജേ? പറഞ്ഞോ. എന്തായിരുന്നു റോൾ സെന്റർ? നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് പോയേക്കാണോ? പറഞ്ഞോ. എന്തായിരുന്നു റോൾ സെന്റർ? നമ്മള് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു റോൾ സെന്റർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? എന്തായിരുന്നു റോൾ സെന്റർ? പോട്ടെ. വൈഷ്ണവ് സി കെ? എന്തായിരുന്നു റോൾ സെന്റർ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വീലും ഗ്രൗണ്ടും ആയിട്ടുള്ളതും വീലും ബോഡി രണ്ട് സൈഡിലും നമ്മൾ മിക്സ് ചെയ്യുന്നതാണ്. അപ്പൊ അതെല്ലാം കൂടെ നമ്മള് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്ന് പറഞ്ഞു. അതിന് അബൌട്ടായിട്ടായിരിക്കും ഈ ബോഡി റോൾ ചെയ്യുന്ന പോലെ അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് അതിന് പല ടൈപ്പ്, ഓക്കെ മ്യൂട്ട് ചെയ്തോ, പല ടൈപ്പ് സസ്പെൻഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ അതിനകത്ത്
ഫസ്റ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് സ്വിംഗ് ആം സസ്പെൻഷൻ. ഓക്കെ, മ്യൂട്ട് എഴുതിയോ. ഷോർട്ട് സ്വിംഗ് ആം സസ്പെൻഷൻ. ഷോർട്ട് സ്വിംഗ് ആം സസ്പെൻഷൻ ആയിരുന്നപ്പോ എന്തായിരുന്നു, എല്ലാ കേസിലും ഏത് ഒരു സസ്പെൻഷൻ എടുത്തു കഴിഞ്ഞാലും there are 3 മെയിൻ പാർട്സ് അല്ലെ, 3 മെയിൻ കോമ്പണൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 3 ഫാക്ടേഴ്സ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ബോഡി, then wheel and next ground. And using these 3 we found 3 set of instantaneous centers അല്ലെ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് 2 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി തേർഡ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആയിരുന്നു എന്താണ്, IBG, ദാറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഓഫ് ദ എന്തായിരുന്നു ബോഡി വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്, ദാറ്റ് വിൽ ബി ദ റോൾ സെന്റർ. എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ റോൾ ഹൈറ്റ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ സസ്പെൻഷൻ മെക്കാനിസംസ് നമ്മൾ പറഞ്ഞു, അതേപോലെ അതിന്റെ റോൾ സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് ഒരു കാര്യം കിട്ടി, എന്താണ്, ഫോർ ഷോർട്ട് സ്വിംഗ് ആം സസ്പെൻഷൻ there will be a particular roll center, and for long swing arm suspension there will be a particular roll center, and there was a main disadvantage for the short swing arm suspension. എന്തുവായിരുന്നു ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് എന്താണ്, ഹൈ ക്യാപ്പർ ചേഞ്ച് ഉണ്ടാവും. അതായത് ഒരു ആംഗിൾ when we come across a pit holes or humps, എന്താ സംഭവിക്കുക, the wheel will be raised up and down അല്ലെ. ഇപ്പൊ ഒരു ഹംപ് ആണെങ്കിൽ വീല് പെട്ടെന്ന് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ പിറ്റ് ഹോൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗട്ടർ പോലെ ആണെങ്കിൽ എന്താണ്, വീൽ വിൽ ഗോ ഡൗൺ. അപ്പൊ ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, ഒരു ചെറിയ പർട്ടിക്കുലർ അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ ഇപ്പൊ ഒരു ഷോർട്ട് സ്വിംഗ് ആം ആണെങ്കിൽ എന്താണ് സംഭവിക്കുക, ആംഗിള് ഗ്രേറ്റർ ആയിരിക്കും അല്ലെ, ആംഗിൾ കൂടുതലായിരിക്കും. അതേസമയം ലോങ് സ്വിംഗ് ആം ആണെങ്കിൽ എന്തായിരിക്കും, ആംഗിൾ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫർട്ട് അതിനനുസരിച്ച് വേരി ചെയ്യും. ഇപ്പൊ ഓരോ മെക്കാനിസം ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി അതുപോലുള്ള നെക്സ്റ്റ് കുറച്ച് മെക്കാനിസംസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മെക്കാനിസംസ് നമുക്ക് നോക്കാം. ട്രാൻസ്വേഴ്സ് ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ. ഈ ഒരു കേസിൽ ഓക്കെ, ട്രാൻസ്വേഴ്സ് ഡബിൾ വിഷ്ബോൺ ഈ കേസിൽ എന്തായിരുന്നു, we have a wheel, a body and the ground. അപ്പൊ ഇവിടെ എന്തായിരുന്നു, ഇൻവേർട്ട് കൺവേർജിങ് എന്ന പേര് പറയാൻ തന്നെ കാരണം എന്തായിരുന്നു, ഇവിടെ നമുക്ക് 2 വിഷ് ബോൺസ് ഉണ്ട് അല്ലെ, 2 വിഷ് ബോൺസ് ഉണ്ടായിരുന്നു. ഈ വിഷ് ബോൺസ് എന്തായിരുന്നു, അപ്പൊ ഇവിടെ നമുക്ക് 3 കോമ്പണൻസ് ആണ്. ഫസ്റ്റ് വൺ വീൽ, ബോഡി ആൻഡ് ദ ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ്, ഫസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് എന്തായിരുന്നു, വീലും ഗ്രൗണ്ടും തമ്മിൽ മേക്ക് ചെയ്യുന്നത് അല്ലെ. അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ഒരു ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉണ്ടാവും. അതിനുശേഷം അതായിരുന്നു IWG1. നെക്സ്റ്റ് എന്തായിരുന്നു, വെർച്വൽ സെന്റേഴ്സ് IWB1 ആൻഡ് IWB2. ഇനി ഇത് രണ്ടും കൂടെ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ എവിടെയോ ആണ് റോൾ സെന്റർ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻസ് കൺസിഡർ ചെയ്യുന്നു. That will intersect at a common point which is the roll center. Similarly ഇത് കൺവേർജിങ് ഇൻവേർഡ്സ് ആണ്. ഇനി കൺവേർജിങ് ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ ഡൈവേർജിങ്, ആ കേസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇത് ഇവിടെ ആണെങ്കിൽ എന്തായിരുന്നു, വിഷ് ബോൺസ് എന്താണ് ഡൈവേർജ് ചെയ്തു പോവാണ്, അല്ലെങ്കിൽ കൺവേർജിങ് ഔട്ട്വേർഡ് ദ ബോഡിയിൽ കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ പോകുന്ന കേസിൽ എന്താണ്, എന്ത് ചെയ്യും, ഔട്ട്വേർഡ് കൺവേർജിങ്, അതായത് ഇങ്ങനെ പോകുന്നു, ഇവിടെ അതേപോലെ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കൺവേർജ് ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്തായിരുന്നു, നമ്മൾ റോൾ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു കോമൺ പോയിന്റ്, അതേപോലെ ഇതിന്റെ പോയിന്റ്സ്, കോണ്ടാക്ട് പോയിന്റ്സ്, ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്താണ് IWG1 ആണെങ്കിൽ IWG2. ഇനി ഇതിന്റെ വെർച്വൽ സെന്ററിനെ നമ്മൾ എന്താ പറയാ,
WB1 അതുപോലെ സോറി WB2 അതുപോലെ ഇതായിരുന്നു IWG1. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻസ് എവിടാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും അതിന്റെ റോൾ സെന്റർ അല്ലെ, അതായിരിക്കും അതിന്റെ റോൾ സെന്റർ. നമ്മൾ പറഞ്ഞു റോൾ സെന്റർ. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായേ. ഇനി നെക്സ്റ്റ് ഒരു മെക്കാനിസം ആണ് വരുന്നത് പാരലൽ ട്രെയിലിംഗ്, ഡബിൾ ആം, അതുപോലെ വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട് സസ്പെൻഷൻ. രണ്ട് കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ആ റോൾ ആക്സിസ് അല്ലെങ്കിൽ റോൾ സെന്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നമുക്കിപ്പം ഒരു സ്ലൈഡിംഗ് മെക്കാനിസം വരുവാണെങ്കിൽ സ്ലൈഡിംഗ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പൊതുവെ എന്തായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും, രണ്ടും പാരലായിട്ടായിരിക്കും പോകുന്നത്. അതിന്റെ ഡയറക്ഷൻ പാരലായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു വെർച്വൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ, അതായത് ഈ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് വിഷ് ബോൺസ് ഉണ്ട്. ഈ വിഷ് ബോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നുകിൽ കൺവെർജിങ് അല്ലെങ്കിൽ ഡൈവേർജിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു പോയിന്റിലേക്ക് നമുക്ക് കൺവെർജ് ചെയ്ത് എടുക്കാൻ പറ്റും, ഒരു പോയിന്റിലേക്ക് ഇന്റർസെക്ട് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു കോമൺ പോയിന്റ് കിട്ടും. ഇനി സപ്പോസ് ഇത് പാരലൽ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, പാരലൽ ആണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലായിരിക്കും പോവുക അല്ലെ. എവിടാണോ ഇവിടാണോ ഒന്നും നമുക്കറിയില്ല, ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നുണ്ടാവും. അതായിരിക്കും ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതേ കേസിൽ തന്നെ പാരലൽ ട്രെയിലിംഗ് ഡബിൾ ആം. അപ്പൊ ഇതിൽ തന്നെ ട്രെയിലിംഗ് ആം അതുപോലെ ലീഡിംഗ് ആം രണ്ട് ടേം വരുന്നുണ്ട്. അതിനെയും സസ്പെൻഷനിൽ തന്നെ പല ടൈപ്പിൽ വരുന്നു. ട്രെയിലിംഗ് ആം അതേപോലെ ലീഡിംഗ് ആം എന്ന് പറഞ്ഞിട്ട് രണ്ട് കേസ് വരും. അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് സപ്പോസ് ഇപ്പോ ട്രെയിലിംഗ് ആം ലീഡിംഗ് ആം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ നമുക്ക് ഒരു കാർ ഉണ്ടെന്ന് കരുതുക. തൽക്കാലം ഇതൊരു കാറായിട്ട് അംഗീകരിക്കുക. ഇത് ഫ്രണ്ട് പോർഷൻ, ഇത് റെയർ പോർഷൻ ഇരിക്കട്ടെ. ഇനി ഇതിന്റെ സസ്പെൻഷൻ നമുക്ക് നോക്കാം. സസ്പെൻഷൻ ഇപ്പൊ തൽക്കാലം ഈ ഒരു മോഡലാണെന്ന് കരുതുക. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടെന്ന് കരുതുക. അതായത് ഇപ്പൊ റെയർ വീലിന് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സസ്പെൻഷൻ, അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വീല് മൂവ് ചെയ്യുന്നുണ്ടാവും യൂസിങ് ദ സ്പ്രിങ്. അപ്പൊ ഇങ്ങനെ വരുന്നു, അതായത് ബോഡിക്ക് ബാക്കിലേക്കാണ് നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രെയിലിംഗ് ആം എന്ന് പറയും. ബാക്കിലേക്കുള്ളതുകൊണ്ട് ട്രെയിലിംഗ് ആം സസ്പെൻഷൻ എന്ന് പറയും. ഇനി ബൈക്കിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു ബൈക്കാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതൊരു ബൈക്കാണെന്ന് കരുതുക. ഓക്കെ, ഇതതിന്റെ ഫ്രണ്ട് പോർഷൻ, ഇതിന്റെ റെയർ പോർഷൻ ആണെന്ന് കരുതുക. ഓക്കെ, ഇവിടെ
നമുക്ക് പൊതുവെ ഈ ഒരു മോഡലായിരിക്കും ഫ്രണ്ടിലേക്ക് ലീഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ സസ്പെൻഷൻ ഉണ്ടാവുക. ഏത് ബൈക്ക് എടുത്ത് നോക്കിയാലും നമുക്കറിയാം. അപ്പൊ ആ ടൈപ്പ് സസ്പെൻഷനെയാണ് നമ്മൾ ലീഡിങ് ആം സസ്പെൻഷൻ എന്ന് പറയും. അപ്പൊ 2 ടൈപ്പാണ് വരുന്നത്. ഒന്നുകിൽ ബാക്കിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ ട്രെയിലിംഗ് ആം എന്ന് പറയും, ട്രെയിലിംഗ് ആം. ഇനി ഫ്രണ്ടിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ ലീഡിങ് ആം എന്ന് പറയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രെയിലിംഗ് ആമിന്റെയാണ്, പാരലൽ ട്രെയിലിംഗ്. അപ്പൊ പാരലൽ ട്രെയിലിംഗ്, ഡബിൾ ആം ആൻഡ് വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് കേസ് പാരലൽ ട്രെയിലിംഗ് ഡബിൾ ആം. അപ്പോ as the name suggests, എന്താണ് ഡബിൾ ആം, there will be double arm which is parallel and is trailing. ട്രെയിലിംഗ് ആണ്, അതുപോലെ പാരലലും ആണ്, 2 ആം ഉണ്ട്, ഡബിൾ ആം ഉണ്ട്. ആ ടൈപ്പ് ഒരു സസ്പെൻഷൻ സിസ്റ്റം. ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ മാത്രം നോക്കാം നമുക്ക്. ഇതാണ് പാരലൽ ട്രെയിലിംഗ് ഡബിൾ ആം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, എന്താണ് ഇവിടെ 2 ട്രെയിലിംഗ് ആംസ് ഉണ്ട്. ഇതേപോലെ ബാക്ക് സൈഡിലേക്കാണ് പോയേക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ 2 പാരലൽ ആയിട്ടാണ് ഇതേപോലെ ആംസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമുക്കൊരു വെർച്വൽ ഇൻസ്റ്റന്റേനിയസ് സെന്റർ ആസ് ഏർലിയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ IWB എന്ന് പറയുന്നത്, IWB1 IWB2 ഇതൊക്കെ എന്താണ് കണ്ടോ, ഇറ്റ് വിൽ ബി അറ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് റോൾ സെന്റർ സാധാരണ രീതിയിൽ കിട്ടണമായിരുന്നെങ്കിൽ ഈ IWB1 IG1 എല്ലാം കൂടെ ചേർത്ത് വേണം വരയ്ക്കാൻ. ഇപ്പൊ ഈ IWG1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റോൾ സെന്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ഇതിന്റെ മെക്കാനിസം ആണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ ഒരു എന്താ പറയാ പാരലൽ ആയിട്ടുള്ള ഒരു ട്രെയിലിംഗ്, അതേപോലെ ഡബിൾ ആംസ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ. അത് ഉപയോഗിച്ചുള്ള ഒരു സസ്പെൻഷൻ മെക്കാനിസം, അതിന്റെ ഒരു സിമ്പിൾ ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പാരലൽ ട്രെയിലിംഗ് ഡബിൾ ആം സസ്പെൻഷൻ. ഇനി നെക്സ്റ്റ് വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട് സസ്പെൻഷൻ. ഇതും സെയിം രീതിയിൽ തന്നെയാണ്, പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് വെർട്ടിക്കൽ ആയിട്ട് ഒരു സസ്പെൻഷൻ ഉണ്ടാവും. ഇതിന്റെ ഒരു ആനിമേഷൻ ഞാൻ കാണിക്കാം പിന്നീട്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പാരലൽ ആയിട്ടൊരു മൂവ്മെന്റ് ആണ്. അതായത് ഇവിടെ ക്യാമറോ അങ്ങനൊന്നും വരുന്നില്ല, പകരം എന്താണ് പാരലൽ മൂവ്മെന്റ്. വീല് എന്തായിരിക്കും, വീല് പാരലൽ ആയിട്ട് ഐദർ ഡിപെൻഡന്റ് അല്ലെ ഇൻഡിപെൻഡന്റ്, അതായത് ഒരുമിച്ച് 2 വീല് മൂവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. പൊതുവെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പോ ഇത് വീലിന് പാരലൽ ആയിട്ട് തന്നെ ഇത് എന്താണ്, ഇവിടെ ഒരു സ്ട്രട്ട് ഉണ്ടാവും വിത്ത് സ്പ്രിങ്. ഇത് ഉപയോഗിച്ച് എന്താണ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാവും. ഇതാണ് വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട് സസ്പെൻഷൻ. ഇതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ നോക്കാം. ഇതിന്റെ നേരത്തെ പറഞ്ഞ ട്രെയിലിംഗ് ആമും ലീഡിംഗ് ആമിന്റെയും ഇതാണ് ലീഡിംഗ് ആം വരുന്നത്. ഇങ്ങനെയാണ്. ഇപ്പൊ ഒരു കാറിന്റെ കേസ്, കാറിന്റെ മുകളിൽ ഒരു ഫിഗർ കാണാം നമുക്ക്. ആ കാറിന്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലീഡിംഗ് ആം ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അതുപോലെ ട്രെയിലിംഗ് ആം ആണെങ്കിൽ എങ്ങനെയായിരിക്കും. ലീഡിംഗ് ആം ആണെങ്കിൽ ഫ്രണ്ടിലോട്ടായിരിക്കും വീൽ ഉണ്ടാവുക, ട്രെയിലിംഗ് ആം ആണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് ആയിരിക്കും.
ട്രെയിലിംഗ് ആമിന്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതേപോലെ സിമ്പിൾ മെക്കാനിസം, അതുപോലെ ചീപ്പ് ആയിരിക്കും. ഇതൊക്കെ അതിന്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ് പറയുന്നത് ട്രെയിലിംഗ് ആമിന്റെ. അതിന്റെ കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് ട്രെയിലിംഗ് ആമിന്റെ. ഇതേപോലെ ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ടാവും. നമ്മൾ പണ്ട് സ്ട്രട്ടിന്റെ കേസിൽ, അത് നെക്സ്റ്റ് പറയും നമ്മൾ മാക്ഫേഴ്സൺ സ്ട്രട്ട് പറയും, അതും ഇതേപോലെ തന്നെയാണ്. ഇതിന്റെ വർക്കിംഗ് ആണ് ജസ്റ്റ് നോക്കാം. ഓരോ ഹമ്പും ഒക്കെ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് പിറ്റ് ഹോള്, ഹമ്പ്, ഇതേപോലെ വീണ്ടും ഒരു ഡിപ്പ് ഇറങ്ങി. ഇതാണ് അതിന്റെ മെക്കാനിസം വരുന്നത്. ഇതിന്റെ മെയിൻ ഡ്രോബാക്സ് ആണ് വരുന്നത്. ക്യാമ്പർ വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും ഇതിന് ഈ കേസിൽ. അതുപോലെ ബെൻഡിങ്, നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അധികം വെയിറ്റ് ഒന്നും നമുക്ക് അതിനകത്ത് വെക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതൊക്കെയാണ് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇത് വിഷ് ബോൺ, നമ്മൾ നേരത്തെ കണ്ട വിഷ് ബോണിന്റെ സ്ട്രക്ചറാണ് കാണുന്നത്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞു കൺവേർജിങ് ഇൻവേർഡ്സും കൺവേർജിങ് ഔട്ട്വേർഡ്സും പറഞ്ഞു രണ്ട് കേസില്. അപ്പൊ അതിനകത്ത് വിഷ് ബോൺ ഇതാണ് കാണുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് ആണ് കാണുന്നത്. ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇതാണ് അതിന്റെ മെയിൻ പാർട്സ്. വീലുണ്ട്, അതേപോലെ വീൽ ഹബ്, ലോവർ ലിങ്ക്, അപ്പർ ലിങ്ക്, ഇതാണ് കണക്റ്റഡ് ടു ദ ഫ്രെയിം. ഇനി ഇത് ഉപയോഗിച്ച് ഒരു ഷോക്ക് അബ്സോർബർ കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ ബേസിക് കോമ്പണൻസ്. ഇനി അതിന്റെ വർക്കിംഗ് നോക്കാം. ഇങ്ങനെ ഒരു ഹമ്പ് വരുമ്പോൾ ഇതേപോലെ വരും. ഇതിൽ വരുന്ന ബേസിക് ആയിട്ട് വരുന്ന ഡ്രോബാക്സ് ആണ് പറയുന്നത്. എന്താണ് മോർ സ്പേസ് റിക്വയർഡ്, അതുപോലെ കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്, അതുപോലെ ഹെവി കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക, ബൾക്കി ആയിരിക്കും. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഡ്രോബാക്സ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമുക്ക് കണ്ടത്. ഇനി അടുത്ത മാക്ഫേഴ്സൺ വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് നോക്കാം. അടുത്ത നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നതാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. അപ്പൊ അതിന്റെ ജസ്റ്റ് വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെയാണ് റോൾ സെൻസർ ഒക്കെ കൺസിഡർ ചെയ്യുന്നത് നോക്കാം. ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വേണ്ട. ഇതാണ് മെയിൻ ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതുപോലെ ഡിസൈൻ കോമ്പാക്ട് ഡിസൈൻ, നെക്സ്റ്റ് റിലേറ്റീവ്ലി ചീപ്പ്. ഇതാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. പിന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെയും ഒരു വീൽ ഹബ്ബ്. ആ വീൽ ഹബിനകത്ത് എന്താണ് ഇവിടെ ഒരു ലോവർ കൺട്രോൾ ആം ഉണ്ട്. അവിടെ നമ്മൾ ഒരു സ്ട്രട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സ്ട്രട്ടിനകത്ത് നമുക്ക് രണ്ട് പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഡാമ്പറും ഉണ്ടാവും, അതുപോലെ സ്പ്രിങ്ങും ഉണ്ടാവും.
സ്ട്രട്ട്, ഡാമ്പറും സ്പ്രിങ്ങും രണ്ട് പോർഷൻ ആണുള്ളത്. ഡാമ്പർ ഇതേപോലെ മൂവ് ചെയ്യുന്നുണ്ടാവും. ഒരു പാർട്ട് സ്റ്റേഷനറി, ഒരു പാർട്ട് മൂവിങ് ആയിരിക്കും. ഈ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ഒരു സ്ട്രട്ട് എന്ന് പറഞ്ഞ മെമ്പർ. നമുക്കിനി നോക്കാം ഓരോ പോർഷനിൽ എത്തുമ്പം എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇതാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. ഈ ഒരു കേസ് നോക്കിയാൽ മതി. ഇതാണ് അതിന്റെ മെയിൻ ഡ്രോബാക്സ് വരുന്നത്. ചേഞ്ച് ഇൻ ക്യാമ്പർ. ഇവിടെയും നമുക്ക് ക്യാമ്പർ നല്ല രീതിയിൽ വരും. അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിങ് പാടായിരിക്കും, അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ട് കുറവായിരിക്കും, പുവർ ഡ്രൈവിംഗ് ക്വാളിറ്റി ആയിരിക്കും. ഇതൊക്കെ അതിന്റെ ഡ്രോബാക്സ് വരുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയ കാര്യം എന്തായിരുന്നു? പാരലൽ ട്രെയിലിംഗ്, അതേപോലെ വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട് സസ്പെൻഷൻ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് വെർട്ടിക്കൽ പില്ലർ സ്ട്രട്ട്, അതേപോലെ ഇത് പാരലൽ ട്രെയിലിംഗ് ഡബിൾ ആം. നെക്സ്റ്റ് വരുന്നതാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞു എന്താണ് റോൾ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട 3 കാര്യങ്ങളായിരുന്നു എല്ലായിടത്തും, അല്ലെ? 3 ടൈപ്പ് ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് നമുക്ക് വേണം. ഇവിടെയും അതുപോലെ തന്നെ എന്താണ് ഒന്ന് എന്താണ് 2 of the 3 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ്. 2 ഇൻസ്റ്റന്റേനിയസ് സെന്റർ നമ്മൾ ഓൾറെഡി കിട്ടും. പിന്നീട് എന്താണ് ടയർ കോണ്ടാക്ട് സെന്റർ, അതുപോലെ സിങ്ങാം വെർച്വൽ സെന്റർ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മൂന്നാമത്തെ റോൾ സെന്റർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതായിരുന്നു മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. അപ്പൊ ഇവിടെ ഇതിന്റെ ഫിഗർ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനൊരു എന്താ പറയാ ബോഡി ഉണ്ട്, ബോഡി ബി, വീൽസ് ഡബ്ല്യു ഉണ്ട്. ഇനി ഇതിന്റെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രട്ട് ഉണ്ട്. സ്ട്രട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ട്രട്ട് എന്ന് പറഞ്ഞ പോർഷൻ, അതായത് സ്പ്രിങ്ങും ഡാമ്പറും കൂടെ ഉള്ള ഒരു അസംബ്ലി. ഇതാണ് സ്ട്രട്ട്. അപ്പൊ സ്ട്രട്ടിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, എന്താണ് ബോഡിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ ഇവിടെ ഒരു ലോവർ ആം ഉണ്ട്, ലോവർ കൺട്രോൾ ആം ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വീൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. വീൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു പോയിന്റ് ആണ്, അല്ലെ? ഇവിടെ ആയിരിക്കും അതിന്റെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ. ഈ ഒരു പോയിന്റിലായിരിക്കും ഇൻസ്റ്റന്റേനിയസ് സെന്റർ ഉണ്ടാവുക. അതിന്റെ പേരെന്തായിരുന്നു? IBW അല്ലെങ്കിൽ IWB, IBW അല്ലെങ്കിൽ IWB എന്നോ ഏതെങ്കിലും പേര് കൊടുക്കുന്നു. 1. അതേപോലെ സിമിലർലി ഹിയർ ഓൾസോ there will be the instantaneous center IBW2 അല്ലെ IWB2. ഇനി ഒരു വെർച്വൽ ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് നമുക്ക് വേണം. അതിന് ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ സ്ട്രട്ട് എന്ന് പോകുന്ന ലൈൻ, അല്ലെ? ഈ ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ സ്ട്രട്ടിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുന്നു. അതേപോലെ ഇവിടെയും ഈ ഒരു പോർഷനിലും ഈ സ്ട്രട്ടിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ്. പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. which will go like this.
ഇങ്ങനെ പോകും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കൺട്രോൾ ആം. ഈ ആമിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യും. അതായത് ഇങ്ങനെ ലൈൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ വന്നത് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ സിമിലർലി ഇവിടുത്തെ പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെ? അവിടെ നമുക്ക് 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. ആ പോയിന്റ്സിനെ നമുക്ക് എന്താ പറയാ, ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ആണെങ്കിൽ നമുക്ക് IBW1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ IBW2, ഇത് IBW1, ചിലപ്പോൾ അത് IWB എന്നായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ നമ്മള് G ആയിരുന്നു കേട്ടോ, ഗ്രൗണ്ട് അല്ലേ, G ആയിരുന്നു ഇത്. അതേപോലെ G ആണ് വരേണ്ടത്. എനിക്ക് വരുന്നിട്ട് IWG1, അതേപോലെ IWG2 ഇങ്ങനെ ആയിരുന്നല്ലേ. ഓക്കെ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, റോൾ സെന്റർ കിട്ടാൻ വേണ്ടി നമ്മളത് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതേപോലെ നെക്സ്റ്റ് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ്, കോമൺ പോയിന്റ് നമുക്ക് കിട്ടും. This one and this particular point is the roll center അല്ലെ? ഇതായിരിക്കും റോൾ സെന്റർ RC, അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ പറയുന്നു ഇൻസ്റ്റന്റേനിയസ് സെന്റർ IBG അല്ലെങ്കിൽ IGB, ബോഡി വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇതാണ് മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷന്റെ കേസിലുള്ള റോൾ സെന്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷനിൽ നമ്മൾ മെയിൻലി വി ആർ യൂസിങ് എ സ്ട്രട്ട് അല്ലെ, സ്ട്രട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സ്ട്രട്ടിനകത്ത് 2 പോർഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഇസ് എ ഡാമ്പർ ആൻഡ് ദെൻ എ സ്പ്രിംഗ്. ഇത് രണ്ടും കൂടെ ചേരുന്നതായിരുന്നു മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. ഇനി നമ്മൾ മാക്ഫേഴ്സൺ സ്ട്രട്ട് സസ്പെൻഷൻ. സോ ഇതിന്റെ ബേസിക് പ്രൊസീജിയർ ആണ് പറഞ്ഞിരിക്കുന്നത്. If the straight lines are drawn between, in some cases, projected beyond this instantaneous center, the third instantaneous center called the body roll center. It is a point where the lines intersect. ഇതേപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ലൈൻസ് എല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഈ പറഞ്ഞ ബോഡി റോൾ സെന്റർ. The tire contact center are the centers of the tire. Contact centers ആണ്. ഇനി when they touch the ground, they are easily identified. The second instantaneous virtual center can only be obtained once the virtual or imaginary swing arm geometry has been identified. ഇതേപോലെ virtual instantaneous center നമ്മൾ കണ്ടുപിടിക്കും. അത് വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ സെക്കൻഡ് പോയിന്റ് കിട്ടുക. For McPherson strut suspension, the vertical swing arm and pivot centers are obtained for each half suspension by drawing a projection line perpendicular to the direction of strut slide at the upper pivot. Draw the second line through the beyond and the lower control arm until it cuts the first line. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക, അത് വേറെ ഒന്നുമല്ല, അതിന്റെ ബേസിക് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ,
അത് നമ്മൾ നേരത്തെ കണ്ട കേസ് തന്നെയാണ്. അതുവഴി കിട്ടുന്നു. ഇതിന്റെ ഓരോ വാല്യൂസും ടേംസ് ഒക്കെയാണ് IBW1, അതുപോലെ IBW2, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിപ്പം നെക്സ്റ്റ് വരുന്ന സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ പറഞ്ഞങ്ങ് പോയത് അറിഞ്ഞില്ല. ഓക്കെ, സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ. അടുത്ത നെക്സ്റ്റ് ഇനി 2 സസ്പെൻഷനുകൾ വരുന്നുണ്ട്. ഒന്ന് സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ, അതേപോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോ ട്രെയിലിംഗ് ആം നമ്മൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ട്രെയിലിംഗ് ആം, ലീഡിംഗ് ആം, 2 ടൈപ്പ് ആംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് ട്രെയിലിംഗ് ആം എന്ന് പറഞ്ഞാൽ ബാക്കിലേക്കൊരു വരുന്നതാണ്. ബാക്കിലേക്കായിരിക്കും അതിന്റെ വീല് ഉണ്ടാവുക, ലീഡ് ചെയ്യുന്നത്. ലീഡിംഗ് ആം ആണെങ്കിൽ ഫ്രണ്ടിലേക്കായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ സെമി ട്രെയിലിംഗ് ആം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല. അതിന്റെ ഫിഗർ കാണുമ്പോഴേ കാര്യങ്ങൾ മനസ്സിലാവും ഏകദേശം. ഇതാണ്. ഇത് ഒരൊറ്റ സിംഗിൾ ഫിഗർ അല്ല, ഇത് 2 ഫിഗേഴ്സ് ആണ്. അതായത് മുകളിൽ കാണുന്ന ടോപ്പ് പോർഷനിൽ കാണുന്ന അതിന്റെ പ്ലാൻ വ്യൂ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇനി ഇതാണ് അതിന്റെ റെയർ വ്യൂ, അതായത് വണ്ടിയുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ. അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്നൊക്കെ പറയുന്ന പോലെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് കാണുന്നത്. ഓക്കെ, റെയർ വ്യൂ. ഇത് രണ്ടും കൂടെ പാരലായിട്ട് വരച്ചേക്കാണ് നമ്മുടെ ഗ്രാഫിക്സിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ നേരത്തെ ഡബിൾ വിഷ് ബോൺ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ ഇവിടെ ഇങ്ങനൊരു, ഇപ്പൊ നമ്മള് പ്ലാൻ വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൽ കാണുന്നതാണ്. ഇതേപോലൊരു ടൈപ്പിലായിരിക്കും പിവട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻക്ലൈൻഡ് ആക്സിസിലായിരിക്കും എന്താണ് പിവട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ പറഞ്ഞ എന്താണ് സസ്പെൻഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു 2 ആംസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ 2 പോർഷനിലായിട്ട് പിവട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. നമുക്ക് എന്താ പറയാ, ഈ 2 എണ്ണം കൂടെ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതിപ്പോ നമ്മളെ ടോപ്പ് വ്യൂവിൽ മാത്രമേ നമുക്ക് ഈ 2 എന്താ പറയാ ആംസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ ഒരു ആക്സിസിൽ വീലിന്റെ ആക്സിസ് ഉണ്ടാവും. അതേപോലെ ഈ പറഞ്ഞ പിവട്ട് ചെയ്ത പോയിന്റ്സിന് ഓരോ പോയിന്റ്സ് ഉണ്ടാവും. അത് തമ്മിലും 2 ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അവിടെ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഇന്റർസെക്ട് ചെയ്യുന്ന 2 പോയിന്റ്സ് ആണ് ഈ കാണുന്ന 2 പോയിന്റ്സ്. ഓക്കെ, ഇനി ഇവിടെ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാണ്. ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ്, ആ പോയിന്റ് തൊട്ട് ആ വീല് വരെയുള്ള ഡിസ്റ്റൻസ്, സ്വിംഗ് ആം ലെങ്ത്, അതാണ് ലെഫ്റ്റ് സൈഡിലെ സ്വിംഗ് ആം ലെങ്ത്. ഇനി റൈറ്റ് സൈഡിലെ ആണെങ്കിൽ ഇതേപോലെ സ്വിംഗ് ആം ലെങ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡിനോട്ടഡ് ബൈ A. ഇനി അതേപോലെ ഈ ഒരു ഹൈറ്റ്, അതിനാണ് നമ്മൾ B എന്ന് പറയുന്നത്. ഈ B ഹൈറ്റ് ഉണ്ടാവും. ഇനി ഈ B ഹൈറ്റിലായിരിക്കും ഇവിടെ ഇതുണ്ടാവുക. അയ്യോ, ഈ B ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ല, ഈ ഒരു ടോപ്പ് വ്യൂവിലാണ് കാണുന്നത്. ഇത് അതിന്റെ ഒരു ഡയഗ്രാം മാത്രമാണ്. ഇനി റയർ വ്യൂവിൽ കാണുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്, നമ്മൾ ഈ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വേണ്ട കുറച്ച് മുകളിലായിരിക്കും. ഈ വീലിന്റെ ഈ ആക്സിസിലായിരിക്കില്ല, കുറച്ച് മുകളിലായിരിക്കും. കാരണം ഇതിന്റെ എന്താ പറയാ അറേഞ്ച്മെന്റ് ആ രീതിയിലായിരിക്കും. അതായത് ഇത് പക്ക ഫ്ലോറിന് പാരലായിട്ടായിരിക്കില്ല, കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ്സ്, ഈ കാണുന്ന വെർച്വൽ ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് കുറച്ച് മുകളിലായിരിക്കും ഉണ്ടാവുക, ഇതേപോലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് 2 ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് കിട്ടി. ഫസ്റ്റ് വൺ എന്താണ് ബോഡി വീൽ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട്സ് കിട്ടും, IGW1, അതേപോലെ IGW2. ഇനി വെർച്വൽ ഇൻസ്റ്റന്റേനിയസ് സെന്റേഴ്സ് കിട്ടും, IWB1, IWB2. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ സ്ട്രേറ്റ് ലൈൻസ് കൺസിഡർ ചെയ്യുന്നു. എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് അവിടെ ആയിരിക്കും റോൾ സെന്റർ. അതാണ് സെമി ട്രെയിലിംഗ് ആം സസ്പെൻഷൻ വരുന്നത്. ഇനി അതേപോലെ ലാസ്റ്റ് വരുന്നതാണ് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു സസ്പെൻഷൻ ആണ്. മിക്ക മോട്ടോർ സൈക്കിളിലും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ് ഈ പറഞ്ഞ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് മെയിൻലി നമ്മളൊരു ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബർ, ഹൈഡ്രോളിക് ടൈപ്പ് ഷോക്ക് അബ്സോർബർ ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുക, ടെലിസ്കോപ്പിക്. ഓക്കെ, ഹൈഡ്രോളിക് ആയിട്ടുള്ള
ഇതേപോലുള്ള ഒരു ഷോക്ക് അബ്സോർബർ ആയിരിക്കും. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉണ്ടാവും, വാൽവ്സ് ഉണ്ടാവും. അപ്പൊ അത് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മെക്കാനിക്കൽ മീൻസിലായിരിക്കില്ല കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു ഫ്ലൂയിഡ്, യൂസിങ് ഫ്ലൂയിഡ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പം ആ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സസ്പെൻഷൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും നമുക്കറിയാം മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ സഡൻ ലോഡ്, അതേപോലെ ഹെവി ഷോക്സ്, ഇതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കുറെ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, ബെറ്റർ ഡ്യൂറബിലിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് വരുന്നതായിരിക്കും ഈ പറഞ്ഞ ടെലസ്കോപ്പിക് സസ്പെൻഷന് ഉണ്ടാവുക. ഇവിടെ നമ്മൾ പറഞ്ഞത് ഷോക്ക് അബ്സോർബർ ലെങ്തൻസ് ആൻഡ് ഷോർട്ടൻസ് ആസ് ദ വീൽ മീറ്റ് ബംസ് ആൻഡ് പോട്ട് ഹോൾസ്. അപ്പൊ ബംസ് എന്ന് പറയുമ്പോൾ എന്താണ് പൊങ്ങി പൊങ്ങി വരുന്ന കേസുകൾ, ഹോൾസ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ഡിപ്പുകൾ. ഇങ്ങനെയൊക്കെ ഉള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് അങ്ങനത്തെ റോഡ്സിലൂടെയൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും ഈ പറഞ്ഞ ഷോക്ക് അബ്സോർബർ എന്താണ് ലെങ്തൻ ചെയ്യാം, അതേപോലെ ഷോർട്ടൻ ചെയ്യാം. ഇതിന്റെ ബേസിക് വർക്കിംഗ് ആണ് പറയുന്നത്. ആ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി പറഞ്ഞു സിലിണ്ടർ ഈസ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ് ഗിവൺ ബൈ ദ മാനുഫാക്ചർ. അപ്പൊ ഹൈഡ്രോളിക് പവർ ഉപയോഗിച്ചിട്ടാണ് ഈ മെക്കാനിസം റൺ ചെയ്യുന്നത്. There are valve openings in the piston and also at the bottom of the cylinder tube. അപ്പം വാൽവ്സ് ഉണ്ടാവും. ഈ വാൽവ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിന്റെ വർക്കിംഗ് ഉണ്ടാവുക. Suspensions are different in type. Among them, telescopic suspension is the popular one. അപ്പൊ ഇതിനകത്ത് പല ടൈപ്പ് സസ്പെൻഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ടെലസ്കോപ്പിക് സസ്പെൻഷൻ. ഓൾമോസ്റ്റ് എവറി മോട്ടോർ സൈക്കിൾ യൂസസ് ദ ടെലസ്കോപ്പിക് ഫോക്സ് ഫോർ ദ ഫ്രണ്ട് സസ്പെൻഷൻ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷനിൽ വന്നത്. ഓക്കെ, ഇതെത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ മെയിൻ അഡ്വാൻറ്റേജസിനകത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് വൺ, ഇതിന്റെ നമ്മൾ പറഞ്ഞു എന്താണ് ഇത് മെയിൻലി യൂസിങ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അല്ലെ. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇറ്റ് വിൽ ബി മോർ റെസിസ്റ്റന്റ് ടു ഷോക്സിനെ അല്ലെങ്കിൽ അതേപോലെ സഡൻ ഷോക്സ്, ഇൻസ്റ്റന്റേനിയസ് റെസ്പോൺസ് ഉണ്ടാവും ഇതിന്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് അങ്ങനത്തെ ഒക്കെ എന്താണ് ഇതിനകത്ത് കുറവായിരിക്കും. അതേപോലെ ഹൈ ഡ്യൂറബിലിറ്റി ആയിരിക്കും. ഇതാണ് ടെലസ്കോപ്പിക് സസ്പെൻഷനിൽ വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ അതോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.